Just like me, to mess up a good thing. Another night ruined, I don't even know when we became this way. Now you're acting. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഹോൾ ഓഫ് ഫെയിമിലാണ്. ഇത് നമുക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത, ബലിദാനം ചെയ്ത സൈനികരുടെ ഓർമ്മയ്ക്ക് വേണ്ടി പണിതിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ നമുക്കിവിടെ പ്രത്യേകമായ ഒരു പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കാഴ്ച കണ്ടിട്ടില്ല. അത് കാഴ്ച കണ്ടില്ലെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണുക. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ലേയിലാണ്. ലേയിൽ നമ്മൾ ഹോൾ ഓഫ് ഫെയിമിലാണ്. നമ്മുടെ ഇതിൻ്റെ ലേയിൽ എയർപോർട്ടിന് അടുത്ത് തന്നെയാണ് ഈ ഒരു സംഭവം. അപ്പോൾ നമ്മളിതിൻ്റെ അകത്തോട്ടാണ് കയറുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, ദ ഹോൾ ഓഫ് ഫെയിം ഈസ് as much a humble tribute to the valor and sagacity of the brave men of the Indian Army who guard the frigid windswept and the barren frontiers of Ladakh. നമുക്കിവിടെ വെൽക്കമിങ് തന്നിട്ടുണ്ട്. കാരണം നമ്മുടെ ഒരു ഫ്രണ്ട്, അദ്ദേഹം ഇവിടുത്തെ മെയിൻ ഒരു പൊസിഷനിലാണ്. അപ്പം അദ്ദേഹമാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. അപ്പം ഇവിടുത്തെ പ്ലേസസ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇവിടെ കാണുന്നത്. ഇത് നമ്മളിപ്പോൾ ഈ ലേയിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ 3 ഗ്രാമങ്ങളാണ് ഷേ, ലേ, പിന്നൊരു ഗ്രാമം കൂടെ ഉണ്ടല്ലോ, ഫേ എന്ന് പറയുന്ന ഗ്രാമമുണ്ട്. അത് ഇതിലില്ല. ഓക്കെ, 3 ഗ്രാമങ്ങളുണ്ട്. അപ്പോൾ ഈ ഹോൾ ഓഫ് ഫെയിമിന്റെ ഒരു ലേ ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. വാർ മെമ്മോറിയൽ, അഡ്വഞ്ചർ പാർക്ക്, വാർ സെമിത്തേരി. അപ്പം അതിന്റെ ഒരു കംപ്ലീറ്റ് ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് പിന്നെ ബെല്ലൈക്കൺ അതിലേക്ക് കൊടുത്തേക്ക്. लद्दाख के लिए सबसे पहले तो लद्दाख के हिस्ट्री के बारे में यहाँ पर दिया गया है. जो लद्दाख के इतिहास है यहाँ पर दर्शाया गया है. ലഡാക്കിന്റെ ഒരു ഹിസ്റ്ററിയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. और इधर ज्योग्राफी और लद्दाख के जो हिस्ट्री मतलब ज्योग्राफी है यहाँ पर दिया गया है. इनका जो नाम है यहाँ पर ലഡാക്കിന്റെ ഒരു ജോഗ്രഫിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ട്രഡീഷണൽ സ്പോർട്സ് ഓഫ് ലഡാക്ക് വുമൻസിന്റെ ട്രഡീഷണൽ ഡ്രസ്സാണ്. അവിടുത്തെ പെയിന്റിങ്, പഷ്മീന ഷോൾ. ഞാൻ നേരത്തെ ഒരു ഇങ്ങനെ പറഞ്ഞിരുന്നു, പഷ്മീന ഷോൾ ഇവിടുത്തെ പ്രത്യേകമായ രൂപമാണ്. 8 സ്വെറ്ററിന്റെ ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് PV എന്നൊരു ഫോട്ടോയാണ്. പിന്നെ കാർഗിൽ ടൗണിലെ മോസ്ക്, ഇവിടുത്തെ കല്യാണം, പിന്നെ ബുദ്ധിസം, പ്രയർ ഫ്ലാഗ്സ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ. പഴയകാലത്തെ വെപ്പൻസ് ആണ് ഈ കാണുന്നത്. ട്രൈബൽസിന്റെ വെപ്പൻസ് ആണ്. നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ. അവിടെ ലെതർ ക്യാപ്പും ഷീൽഡും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റാണ് അല്ലേ, പടച്ചിട്ട. അപ്പം ഈ വെസ്റ്റ് ലഡാക്കുള്ള ആൾക്കാരുടെ വേഷവിധാനങ്ങളാണ് ഈ കാണുന്നത്. പുരുഷന്മാർ ഇങ്ങനെയാണ് വേഷം, സ്ത്രീകളുടെ വേഷം ഇതാണ്, വാരിയറിന്റെ വേഷം ഇതാണ്, പിന്നെ ഈസ്റ്റ് ലഡാക്കിലെ ആൾക്കാരുടെ വേഷമാണ്. और यहाँ पर ईस्टर्न लद्दाख और वेस्टर्न लद्दाख के जो वेशभूषा है.
കാലത്തെ റൈഫിളാണ്. ഇതൊക്കെ വളരെ അപൂർവമായ ഒരു കാഴ്ചയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. He is instrumental in preparing the Dogra army. Dogra army is the mountainous terrain army. Basically, the people from this region is called Dogra. Himachalis and J&K, some part of J&K, some part of these guys are called Dogra. So he is instrumental in the expeditions and campaigns into Tibet and Baltistan over high plateaus and frozen plains. Will always remain an epitome of superior generalship. So he is he's an old Indian general who was instrumental in the defense of this place. അപ്പോൾ ഇതാണ് ജനറൽ സൊറാവർ സിംഗ്. അപ്പം എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരു ബോൾഡായിട്ടുള്ള ഭയമില്ലാത്ത ഒരു ധീര ജവാനായിരുന്നു. അതേക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. इसके अंदर 3 गैलरी है, वार गैलरी, हीरोज गैलरी और सोविनियर शॉप. അപ്പം ഇത് പരമവീർ ചക്ര ലഭിച്ച നമ്മുടെ ധീര ജവാന്മാരുടെയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ 21 പരമവീർ ചക്രയാണ് ലഭിച്ചിരിക്കുന്നത്. അതിൽ ലഡാക്ക്, കാർഗിലൊക്കെ യുദ്ധത്തിൽ വീര്യമൃത്യു വരിച്ച ജവാന്മാരുടെ മാത്രമാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇത് മഹാവീർ ചക്രയാണ്. അപ്പോൾ അത് ലഭിച്ച ജവാന്മാരുടെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ലഫ്റ്റനന്റ് കേണൽ കുഷാൽ ചന്ദ്, അദ്ദേഹത്തിൻ്റെ വസ്ത്രവിധാനങ്ങളെക്കുറിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്റർ ക്ലോത്തിങ് വോൺ ബൈ ലഫ്റ്റനന്റ് കേണൽ കുഷാൽ ചന്ദ്. പിന്നെ അതിൻ്റെ സർവീസ് മെഡൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പാകിസ്ഥാനിൽ നിന്ന് ക്യാപ്ചർ ചെയ്തിരിക്കുന്ന വെപ്പൺസ് ആണ്. ഇത് 1947 ഓപ്പറേഷനിൽ ക്യാപ്ചർ ചെയ്ത പഴയ ആയുധങ്ങളാണ്. ഇത് 1962 യുദ്ധത്തിൽ ക്യാപ്ചർ ചെയ്ത ആയുധങ്ങളാണ്, പാകിസ്ഥാൻ്റെ ആയുധങ്ങളാണ് ഈ കാണുന്നത്. അതുപോലെ ഇത് 1965 വാറിൽ ക്യാപ്ചർ ചെയ്തതാണ്. ഇത് കാർഗിൽ വാറിൽ പാകിസ്ഥാന്റെ റോക്കറ്റ് ലോഞ്ചറാണ്. ഇതും കാർഗിൽ വാറിൽ നമ്മൾ ക്യാപ്ചർ ചെയ്തിരിക്കുന്ന പാകിസ്ഥാന്റെ ഗൺ മെഷീനാണിത്. ये लेफ्ट साइड में जो कारगिल जो 99 में जो जितना भी यूनिट ने हिस्सा लिया था उनका इतिहास यहाँ पर लगा हुआ है. और जो राइट साइड में है जो सियाचिन ग्लेशियर में जितना भी जो हमारा जवान ने इस्तेमाल करने वाला इक्विपमेंट के बारे में दिया गया है. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടോ, സിയാച്ചിലൊക്കെ നിൽക്കുന്ന ഒരു സോൾജിയർ വെയർ ചെയ്യുന്ന ഡ്രസ്സസാണ്. അപ്പം ഇത്രത്തോളം തണുപ്പിലാണ് നമ്മുടെ എന്താ പറയുന്നത്, നമുക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തെ കാക്കുന്ന രാവും പകലും ഉറക്കമില്ലാതെ നമ്മളൊക്കെ സുഖമായി ഉറങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഒരുപാട് എന്താ പറയുന്നത്
ജവാന്മാരുടെ കാവലാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി അവരുടെ സേവനം ഭയങ്കര ശരിക്കും പറഞ്ഞാൽ നമ്മളെ കോരിത്തരിക്കുന്നുണ്ട്. അതുപോലൊരു അനുഭവങ്ങളാണ്. അപ്പം ഇവരൊക്കെ ഇത്രയും ഹൈ ആൾട്ടിറ്റ്യൂഡ്, നമുക്ക് തന്നെ ഇപ്പോൾ ഇത്രയും ഹൈ ആൾട്ടിറ്റ്യൂഡ് വന്നിട്ട് ശ്വാസം കിട്ടുന്നു. അപ്പോൾ ഇതിലും വലിയ സിയാച്ചിൻ മലകൾ പോലുള്ള മലനിരകളിൽ ഇവർ നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ സുഖമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജവാന്മാരെ നമ്മൾ വളരെ റെസ്പെക്റ്റോടെ ആദരിക്കേണ്ടുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ വലിയ ഒരു പങ്ക് വഹിക്കുന്ന സേവന നേതാക്കളാണ്. അപ്പോൾ അവരെ നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത്. നിങ്ങളുടെ നാട്ടിലൊരു ജവാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കണം, ബഹുമാനം നിങ്ങൾക്ക് കൊടുക്കണം. അപ്പം കാർഗിലിലെ 20 വർഷത്തെ സെലിബ്രേഷനിൽ ഉള്ള ഒരു വിക്ടറി ഫ്ലെയിമാണ് ഇത് കാണുന്നത്. അപ്പം നമ്മുടെ ട്രൂപ്സൊക്കെ താമസിക്കുന്ന ലിവിങ് അക്കോമഡേഷനാണ്. കണ്ടോ, ഇത്രയും തണുപ്പത്ത് ടെൻറ്റിലാണ് താമസിക്കുന്നത്. നമ്മൾ തണുപ്പത്ത് ഒരു വീട്ടിൻ്റെ അകത്ത് കംപ്ലീറ്റ് വെച്ചിരുന്നാൽ പോലും തണുപ്പ് അകറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും വലിയ കഷ്ടപ്പാടാണ് അവർ നമുക്ക് വേണ്ടി സഹിക്കുന്നത്. മഞ്ഞ് മലയ്ക്കകത്ത് ആ ഒരു ടെൻറ്റിൻ്റെ ഒരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുകൂടെ നേരത്തെ സാമ്യം നമുക്ക് കാണിച്ച് ഇത് കണ്ടോ, ഇങ്ങനെയുള്ള ടെൻറ്റിൽ സിയാച്ചിൻ മലമുകളിൽ എങ്ങനെ നമുക്ക് താമസിക്കും? ചിന്തിച്ച് നോക്കി തണുപ്പത്ത്. അപ്പോൾ ശരിക്കും നമ്മുടെ ജവാന്മാർ എത്രത്തോളം നമ്മൾ ഇത് ചെയ്യാനുണ്ട്. ഓക്കെ, പിന്നെ അവിടെ ഇത് അവരുടെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ്, സ്നോ സ്കൂട്ടറാണ്. ഇത് ടച്ച് ചെയ്യുന്ന പ്രത്യേകം എഴുതിയിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ഫോർമിഡബിൾ റൂട്ട്. അപ്പം ഈ ഐസ് മലകളിലൊക്കെ ഉണ്ടാകുന്ന പല ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ക്രോസ് ചെയ്ത് അവർ പോകുന്നത്. അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, സ്കൈ ജെറ്റ് സ്കൈ ഒരു മോഡലിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതുപോലുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് കുത്തി നോക്കിയിട്ടാണ് പോകുന്നത്. ചിലപ്പോൾ ഇതിനിടയിലൊക്കെ എന്താ പറയുക, വലിയ അഗാധം ഗർത്തങ്ങളുണ്ടാകും. അപ്പം അവർ കുത്തി നോക്കിയാണ് യാത്ര. നമ്മളിവിടെ കാണാം, അവർ രണ്ട് സൈഡിൽ ഇങ്ങനെ കുത്തി നോക്കി പരസ്പര റോപ്പ് തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ കുഴി വീണാലും വലിച്ചു കയറ്റത്തക്ക രീതിയിലാണ് അവർ പോകുന്നത്. അപ്പോൾ ഇത് സ്പെഷ്യലിസ്റ്റ് മൗണ്ടനിയറിംഗ് എക്യുപ്മെൻറ്റ്സ് ആണ്. അതിൻ്റെ ഡ്രസ്സും അതിൻ്റെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. जैसे कि ये यापो बैग है, ये यापो बैग है ये। जैसे रात के समय में हेलीकॉप्टर मतलब जाना संभव नहीं है, तो हमारा जवान जैसे कि यापो हो जाता है, तो इसके अंदर डाल के जो ऑक्सीजन pulmonary edema, high altitude pulmonary edema means if you go up, आपका पूरा लंग्स में पानी भर जाएगा, get filled up with this thing ना. So this is a bag. इसके अंदर the pressure and temperature and everything is modified to a normal level. ഇതിനകത്ത് കിടക്കണം. അപ്പം നമ്മൾ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോൾ നമ്മുടെ ലങ്സിലൊക്കെ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി കിടന്നിട്ടാണ് അതിൻ്റെ കാര്യങ്ങളാണ്, ഓക്സിജനും ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആർമി ഏവിയേഷൻ, ഓപ്പറേഷൻ ലോജിസ്റ്റിക്സ്, ലഡാക്ക് സ്കൗട്ട്സ്, ഓപ്പറേഷൻ സദ്ഭാവന, അതൊക്കെയാണ് ഇവിടെ കാണുന്നത്.
incident-free flying. Flight safety shall always remain the cornerstone of all aviation operations. അപ്പോൾ നമ്മുടെ ജവാന്മാർ ഹൈ ഓൾറെഡി താമസിക്കുമ്പോൾ അവർക്ക് വേണ്ട സാധനങ്ങൾ ഡ്രോപ്പ് ചെയ്യുന്ന ഹെലികോപ്റ്റേഴ്സും അതിൻ്റെ കാര്യങ്ങളുമാണ് ഈ കാണിച്ചിരിക്കുന്നത്. റെസ്ക്യൂ ഓപ്പറേഷൻ കൂടെ അവരെ റെസ്ക്യൂ ചെയ്യുന്നതും കൂടാണ്. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഹെലികോപ്റ്റേഴ്സൊക്കെയാണ്. हाँ, ये आर्मी एविएशन के लिए जो हाई एल्टीट्यूड एरिया में जब रूट ब्लॉक हो जाता है तो उस टाइम में हमारा जो सेना के लिए जो सामान ड्रॉप करते हैं हेलीपैड द्वारा यहाँ पर ഇത് ഓപ്പറേഷൻ സദ്ഭാവനയാണ്. അതായത് ബോർഡർ ഏരിയയൊക്കെ താമസിക്കുന്ന ലോക്കൽ പീപ്പിളിനെ വേണ്ടുന്ന ഹെൽപ്പ് ആർമി ചെയ്യുന്നതാണ്. അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം, മെഡിക്കൽ, അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന സൈക്കോളജിക്കൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആർമിയുടെ ഭാഗത്തു നിന്ന് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കാറുണ്ട് എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. റീ റിക്രൂട്ട്മെൻറ്റ്, ഇനി ആർമിയോടുള്ള ഒരു അഭിനിവേശം ജനങ്ങളിലേക്ക് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അതുപോലെ തന്നെ അവരെ ബോധവാന്മാരാക്കുക, അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം. കാരണം ഇങ്ങനെയുള്ള ഏരിയാസിലൊന്നും അവർക്ക് യാതൊരുവിധ എന്താ പറഞ്ഞാൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടി യാതൊന്നും കാര്യങ്ങളും കാണത്തില്ലായിരുന്നു. പക്ഷേ ആർമിയാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പ്രിപ്പയറിംഗ് ലോക്കൽ യൂത്ത് ഫോർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ ഇൻ ഇന്ത്യൻ ആർമി. അപ്പം അവർ ഇന്ത്യൻ ആർമിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും അവിടെ കൊടുക്കുന്നുണ്ട്. അവർക്ക് ഫീമെയിൽ ലിറ്ററസി, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും എന്താ പറഞ്ഞാൽ എല്ലാ പ്രായവ്യത്യാസവും എല്ലാവർക്കും എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഇത്രയും ഫസ്റ്റ് കൺട്രോൾ ഏരിയയിലൂടെ പോകുന്നൊരു കാഴ്ചയാണ് റോബ് ഓടിച്ചിട്ട്. എത്ര റിസ്ക്കുള്ള കാഴ്ചയാണ്. और इस साइड में दिहाड़ होती है, डिफेंस इंस्टीट्यूट ऑफ आईटी एरिया रिसर्च. जो आईटी एरिया में क्या क्या रिसर्च होता है इसके बारे में यहाँ पर दिया गया है, जो दिहाड़ ने बना हुआ है. ആയിരത്തി 1971 ഇൻഡോ പാക് വാറിൻ്റെ ഫോട്ടോയാണ്. ഇതെല്ലാം നമ്മുടെ ഹിമാലയൻ ലഡാക്ക് മലനിരങ്ങളൊക്കെ കാണപ്പെടുന്ന സംഭവങ്ങളാണ്. ഇതുണ്ട് ഹിമാലയൻ ബ്രൗൺ ബിയറാണ്, നമ്മുടെ പോളാർ ബിയറിൻ്റെ കൂട്ടത്തിരിക്കുന്നത്. അതുപോലെ ഹിമാലയൻ സ്നോ കോക്ക്, സ്നോ ലെപ്പേർഡ് ഉണ്ട്. ഇങ്ങനത്തെ 2-3 സാധനങ്ങൾ ഇന്നലെ വണ്ടിക്ക് കുതിരെ ചാടിയായിരുന്നു രാത്രിയിട്ട്. നമ്മുടെ കാണുന്നതാണ് വാർ മെമ്മോറിയലാണ്. അപ്പം ഇന്ത്യക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത ധീരജവാന്മാരുടെ പേരുകൾ എന്താ പറയുക കുത്തി വെച്ചിരിക്കുന്നൊരു സംഭവമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ശിലാഫലകത്തിൽ അവരുടെ പേരുകൾ
1871 ജവാന്മാരുടെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് ഇപ്പം പോകാൻ സാധിക്കത്തില്ല, നമുക്ക് ഇവിടെ നിന്ന് കാണാനേ സാധിക്കത്തുള്ളൂ. എങ്കിലും അവരെ ഓർത്ത് ഒരു ബിഗ് സല്യൂട്ട്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി അവർ അവരുടെ ജീവൻ ബലിദാനം ചെയ്തു. അവരുടെ കുടുംബങ്ങൾ